നമസ്കാരം. മോദി സർക്കാർ കൊണ്ടുവന്ന പുതിയ FCRA ബില്ലിനെ കുറിച്ച് വലിയ വിവാദങ്ങൾ നടക്കുകയാണല്ലോ. കത്തോലിക്ക സഭാ നേതൃത്വവും മറ്റു പല സംഘടനകളും പരസ്യമായി ബില്ലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ബില്ല് എന്താണെന്ന് പോലും അറിയാത്ത PC ജോർജ് ക്രിസ്ത്യാനികളൊക്കെ BJPയുടെ ദയാദാക്ഷിണ്യങ്ങൾ പറ്റി ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞ് മെത്രാന്മാർക്കെതിരെ ചീത്തവിളി നടത്തുകയാണ്. സംഘപരിവാർ ആകട്ടെ ക്രിസംഖികളെ സമാധാനിപ്പിക്കാൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ കിടന്ന് മെഴുകുന്നു. എന്താണ് വാസ്തവം എന്ന് നോക്കാം. FCRA എന്ന് പറഞ്ഞാൽ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണ്. ഇന്ത്യയിലെ സ്ഥാപനങ്ങൾക്ക് വിദേശത്തു നിന്ന് ധനസഹായം സ്വീകരിക്കുന്നത് നിയന്ത്രിക്കുന്നതാണ് ഈ നിയമം. ഓരോ വിദേശ സഹായവും രാജ്യം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നതാണ് നിയമം. ഇത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സംഘടനകളെ ശിക്ഷിക്കാൻ ഉപകരിക്കും. ഇത്രയും കാലം FCRA റെഗുലേഷൻ ആണ് ചെയ്തിരുന്നത് എങ്കിൽ ഈ പുതിയ ബില്ലിൽ കൺട്രോൾ ആണ് ഉദ്ദേശം. ഏതൊരു സംഘടനയ്ക്കും വിദേശത്ത് നിന്ന് $1 പോലും സ്വീകരിക്കണമെങ്കിൽ FCRA ലൈസൻസ് വേണം. ഇതിന് സാധാരണ 5 വർഷമാണ് കാലാവധി. കാലാവധി തീർന്നാൽ ലൈസൻസ് റിന്യൂ ചെയ്യണം. വിദേശ സംഭാവന ആവശ്യമില്ലെങ്കിൽ ലൈസൻസ് പുതുക്കാതിരിക്കാം. അതുവരെ സ്വീകരിച്ച വിദേശ സംഭാവന കൊണ്ടുണ്ടാക്കിയ ആസ്തി ആ സംഘടനയുടേതായി തുടരും. ഒന്നും സംഭവിക്കില്ല. പക്ഷെ പുതിയ ബില്ല് അനുസരിച്ച് FCRA ലൈസൻസ് കേന്ദ്ര ഗവൺമെന്റ് ക്യാൻസൽ ചെയ്താലോ കാലാവധി കഴിഞ്ഞ് പുതുക്കിയില്ലെങ്കിലോ നിങ്ങൾ അതുവരെ സ്വീകരിച്ച വിദേശ സംഭാവനയും അതുകൊണ്ടുണ്ടാക്കിയ ആസ്തികളും സർക്കാരിൻ്റെതാകും. നിങ്ങളുടെ ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കും. അയാൾക്ക് തീരുമാനിക്കാം ഏതെങ്കിലും കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഈ സ്വത്ത് കൈമാറണോ അതോ സ്വത്ത് ലേലം ചെയ്ത് പണം കേന്ദ്ര സർക്കാരിന് കൈമാറണോ എന്നൊക്കെ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും. നിങ്ങൾ പഠിച്ച സ്കൂൾ, അവിടെ ഒരു പുതിയ ലൈബ്രറി ഉണ്ടാക്കണം. അതിലേക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ സംഭാവന നൽകി. അതിൽ കുറച്ചുപേർ അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലിയയിലും കുടിയേറി നല്ല നിലയിലെത്തി അവിടെ പൗരത്വമുള്ളവരാണ്. അവരെല്ലാവരും കൂടി ഒരു $10,000, അതായത് 9 ലക്ഷം രൂപ അവരുടെ വിദേശ ബാങ്ക് അക്കൗണ്ട് വഴി സംഭാവന നൽകിയെന്ന് വിചാരിക്കുക. കുറച്ചു വർഷം കഴിഞ്ഞ് സ്കൂൾ അവരുടെ FCRA ലൈസൻസ് പുതുക്കുന്നത് നിർത്തി. ഈ ലൈസൻസ് പുതുക്കുക എന്നത് പറയുന്നത് ചിലവുള്ളതും മെനക്കെട്ടതുമായ ഒരു പരിപാടിയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ഉദ്യോഗസ്ഥനെ ഈ ലൈബ്രറിയുടെ മാത്രമല്ല സ്കൂളിന്റെ മൊത്തം കൺട്രോൾ ഏൽപ്പിക്കും. പിന്നെ അയാൾക്ക് തീരുമാനിക്കാം കാര്യങ്ങൾ. കിലുകിൽ പമ്പരം എന്ന സിനിമയിൽ ജയറാമിനെ കൊട്ടാരത്തിന്റെ റിസീവർ ആക്കുന്നത് ഓർമ്മയുണ്ടോ? ഏതാണ്ട് അതുപോലെ. അവർ അയച്ച $10,000 മാത്രമല്ല, എല്ലാം കേന്ദ്രം കൊണ്ടുപോകും. കടുവയുടെ പുറത്ത് സവാരി പോകുന്നത് പോലെ ഇരിക്കും. കടുവയുടെ പുറത്തുനിന്ന് ഇറങ്ങാനും പറ്റില്ല. ഇറങ്ങിയാലോ കടുവ നമ്മളെ തിന്നും. മിക്സഡ് ഫണ്ട് അസറ്റ്സ് മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെതാകും. സംഘടനകളുടെ എതിർപ്പിനുള്ള കാരണം ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു വീട് പണിതു എന്നിരിക്കട്ടെ. 30 ലക്ഷം രൂപ അതിന് ചെലവായി. അതിൽ 5 ലക്ഷം രൂപ ഒരാൾ സഹായം തന്നു. കരമടയ്ക്കാൻ താമസിച്ചാൽ അവിടുത്തെ പഞ്ചായത്ത് പറയുകയാണ് ആ വീട് പഞ്ചായത്തിൻ്റെതാണ്. 5 ലക്ഷം രൂപ സഹായിച്ച ആൾ പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇതാണ് ഫലത്തിൽ കേന്ദ്രം കൊണ്ടുവരുന്ന FCRA ഭേദഗതി. ഇത് പ്രത്യക്ഷത്തിൽ ലഡാക്കിൽ കേന്ദ്രത്തിനെതിരെ സത്യാഗ്രഹം നടത്തിയ സോനം വാങ്ചുക്കിനെ പോലെയുള്ളവരെ പൂട്ടാനാണെന്ന് പറയുന്നുണ്ട്. എങ്കിലും ഫലത്തിൽ ഇന്ത്യയിൽ ഗ്രാമീണ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് NGOകളെ പൂട്ടിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. ആദിവാസി മേഖലകളിൽ മൈനിങ് മാഫിയ നടത്തുന്ന കൊള്ളയ്ക്കെതിരെ ശബ്ദിക്കുന്ന NGOകളെ പൂട്ടണം. അവരുടെ FCRA ലൈസൻസ് റദ്ദാക്കണം. അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണം. മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ വരെ FCRA ലൈസൻസ് 2022 അമിത്ഷാ റദ്ദാക്കി. പിന്നീട് അവർ കോടതിയിൽ പോയി ചലഞ്ച് ചെയ്തപ്പോഴാണ് തിരിച്ചെടുത്തത്. പ്രവാസികളായ മലയാളികളുടെ വിദേശ സംഭാവന സ്വീകരിച്ച് പള്ളിയോ അമ്പലമോ മോസ്കോ സ്കൂളോ പണിതിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വേണമെങ്കിൽ സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് കൈവശപ്പെടുത്താം. ഇത് കേരളത്തിനെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇവിടെ ഏകദേശം 2 ലക്ഷം കോടി പ്രവാസി നിക്ഷേപം വരുന്നുണ്ട്. ഇന്ത്യയുടെ മൊത്തം നിക്ഷേപത്തിന്റെ 20% അടുത്ത് വരും. ഇതിൽ പലതും മത, സാമുദായിക, വിദ്യാഭ്യാസ, ആരോഗ്യ രംഗത്തുള്ള സ്ഥാപനങ്ങളിലേക്കാണ് പോകുന്നത്. ഇന്ത്യയിൽ നല്ലൊരു പങ്ക് വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലുള്ള സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളാണ്. ഈ നിയമം സഭയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഭാവിയിൽ ഉപയോഗിക്കില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇനി സ്വത്ത് കണ്ടുകെട്ടിയിട്ടില്ല എങ്കിൽ സഭയെയും അതുപോലുള്ള മറ്റു സ്ഥാപനങ്ങളെയും ഭീഷണിപ്പെടുത്തി വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ BJPക്ക് കഴിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ സംഘടനകളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ചോദിക്കും, രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയല്ലേ, ഇത് BJPയെയും ബാധിക്കില്ലേ എന്ന്. അവിടെയാണ് നിങ്ങൾ സംഘപരിവാറിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. 2018 ബഡ്ജറ്റിൽ BJP ഒരു ചെറിയ ഭേദഗതി തിരികെ കയറ്റി. 102 പേജുള്ള ഫിനാൻസ് ബില്ലിൽ ഏറ്റവും അവസാനം ആരും ശ്രദ്ധിക്കാതെ അവർ FCRAയിൽ ഒരു മാറ്റം വരുത്തി. വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാകാത്ത ഒരു ഐറ്റം.
ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിദേശത്ത് നിന്നും എത്ര സംഭാവന വേണമെങ്കിലും സ്വീകരിക്കാൻ സാധിക്കും. ഇത് സ്ക്രൂട്ടിനി ചെയ്യാൻ പോലും പറ്റില്ല എന്നതാണ് നിയമം. അപ്പോൾ ഈ നിയമം BJPക്ക് ബാധകമല്ല. അവർക്ക് എന്തുമാകാമല്ലോ. അതും അന്നു മുതലല്ല, 1976 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് പാസാക്കിയത്. 1976 FCRA നിലവിൽ വന്നത്. അന്നു മുതൽ പാസാക്കാനുള്ള കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്നത്തെ പല പ്രധാന സംഘപരിവാർ നേതാക്കന്മാരും വിദേശ ഫണ്ട് സ്വീകരിച്ചിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 1983 ജൂൺ 2 വന്ന ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ തലക്കെട്ടാണിത്. മൊറാർജി ദേശായി, ഇന്ത്യയുടെ ആദ്യ സംഘപരിവാർ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രി, അമേരിക്കൻ ചാരസംഘടനയായ CIA കയ്യിൽ നിന്നും വർഷം $20,000 വെച്ച് കൈപ്പറ്റിയിരുന്നു എന്ന് അന്നത്തെ ന്യൂയോർക്ക് ടൈംസ് ജേർണലിസ്റ്റ് വെളിപ്പെടുത്തിയതാണിത്. അപ്പോൾ 1976 മുതൽ എന്തിനാണ് ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം കൊടുത്തത് എന്ന് മനസ്സിലായല്ലോ. FCRA ബില്ല് എന്തുകൊണ്ടാണ് വിവാദമായതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അനന്തരഫലം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്നും വിചാരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.